നിങ്ങൾ എപ്പോഴാണ് ഈ വിവരം അറിയുന്നത്? ഇത് 4:10 എന്നെ വിളിക്കുന്നത്, മുതലാളി വിളിക്കുന്നത്. എനിക്ക് വേറെ ഓട്ടം ഉണ്ടായിരുന്നു, അത് കളഞ്ഞിട്ട് എന്നെ 4:10 വിളിച്ച് വണ്ടി എടുത്ത് വന്ന സമയം എടുത്തു. സ്പോട്ടിൽ വന്നപ്പം വണ്ടി ഇടിച്ച് ആരും ഓപ്പൺ ചെയ്തിട്ടില്ല, വണ്ടി ഫുള്ള് തകർന്ന് കിടക്കുന്നത്. അവിടുന്ന് ഞങ്ങളെല്ലാം ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച്, അങ്ങനെ പെങ്കൊച്ചിന് മാത്രമേ അതിനകത്ത് ജീവനുണ്ടായിരുന്നു. അത് ഞങ്ങൾ ആദ്യം എടുത്തു കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടാമത് എടുക്കാൻ ചെന്നപ്പോൾ ഫയർഫോഴ്സ് വന്നു. വേറെ വണ്ടി ഉണ്ടായിരുന്നു, അതെല്ലാം ഫയർഫോഴ്സും എടുത്ത് വന്ന് വെട്ടിപ്പൊളിക്കുക ചെയ്ത്. വെട്ടിപ്പൊളിച്ച് 4 പേര് സ്പോട്ടിൽ തന്നെ ഡെത്തായിരുന്നു. കൊണ്ടുവന്നു. അത്രയും മുതലുള്ളൂ. ഒരെണ്ണത്തിന് വാഹനത്തിൽ ആകെ 4 പേരെ ഉണ്ടായിരുന്നു. അത് ഫാമിലി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പയ്യൻ്റെ അച്ഛൻ, പെണ്ണിൻ്റെ അച്ഛൻ, അവർ രണ്ടുപേരാണ് ഫ്രണ്ടിൽ ഇരുന്നത്. ഇവരെ ആരോ അച്ഛനാണ് വണ്ടി ഓടിച്ചിരുന്നത്. അത് ഉറങ്ങിപ്പോയുള്ളൊരു ഇതേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇച്ചിരി നല്ല ഗ്യാപ്പുള്ള ഓടി കയറി വരാനുള്ളൊരു ഇതേ ഉള്ളൂ. അങ്ങനെ ആ ഗ്യാപ്പിനകത്ത് ഇതായതാണ് ഇടിച്ചത്. വാഹനങ്ങൾ രണ്ടിൻ്റെ കിടപ്പ് കാണുമ്പോൾ ശരിയായ ദിശയിൽ അല്ലാതെ കിടന്ന വാഹനം ഏതാണ്? കാറ് കിടക്കുന്നത് വലത്തെ സൈഡിലോട്ട് കയറി ചെന്ന് ഇടിക്കുക ചെയ്ത്. വലത്തെ സൈഡിൽ സ്വാമിമാരുടെ വണ്ടിക്കകത്ത് ചെന്ന് ഫ്രണ്ട് ഇടിച്ച്. സ്വാമി വണ്ടി ഇടത്തെ സൈഡ് തന്നെ ചേർന്ന് കിടക്കുക, ആ രീതിയാണ് കിടക്കുന്നത്. ഒരുപക്ഷെ കാറിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം, പോകാൻ സാധ്യതയുള്ളൂ. എന്നുവെച്ചാൽ നല്ല സ്ട്രെയിറ്റ് റോഡും ഇച്ചിരി ഒരു ഇറക്കുമോ, അവിടെ ഗുരുമന്ദിരവും കഴിയുമ്പോൾ ഇച്ചിരി ഇറക്കുക. സ്കൂൾ കഴിയുമ്പോഴത്തേനും ഒരു ഇച്ചിരി സ്ട്രെയിറ്റ് റോഡാണ്, ആ റോഡിൽ വെച്ചാണ് സംഭവിക്കുന്നത്. നമ്മൾ സ്പോട്ടിലെത്തി 4 പേരെയും പുറത്തെടുക്കാൻ എത്ര സമയത്തോളം വേണ്ടി വന്നു? ഒരു അരമണിക്കൂറിൽ മേളിൽ എടുത്തു. 4 പേരെയല്ല, ഒരാളെ സ്പോട്ടിൽ തന്നെ എടുത്തുകൊണ്ട് ഒരു 10 മിനിറ്റ് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് ഡോർ തുറന്ന് അപ്പോൾ കുഞ്ഞിനെ എടുത്തു, പെങ്കൊച്ചിനെ എടുത്തു. അത് കഴിയുമ്പം പിന്നെ അരമണിക്കൂർ മേളിലെടുത്ത് ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ളത് എടുക്കാൻ വേണ്ടി. അതായത് അത്രയ്ക്കും വണ്ടി ചുരുണ്ടുപോയി. കാറ് ആകെപ്പാടെ തകർന്ന അവസ്ഥ തകർന്നു തന്നെ ഇരിക്കുക. മുൻസീറ്റിൽ 2 പുരുഷന്മാർ, ബാക്കിൽ 2 ഫ്രണ്ടിൽ 2 അച്ഛന്മാരായിരിക്കുന്നത്. അവരുടെ ബാക്കിലാണ് ഇവർ 2 പേര് ഇരുന്നത്. തലകുത്തിയ ചെറുക്കൻ തലകുത്തിയാണ് കിടന്നത്. എന്നുവെച്ചാൽ കാൽ 2 മേളിലും, വണ്ടി മറിഞ്ഞിട്ടില്ല, കാൽ 2 മേളിലും തല സീറ്റിൻ്റെ അടിയിലോട്ട് വരുന്നത്. അങ്ങനെ ബാക്ക് സീറ്റിൽ ആ ചെറുക്കൻ്റെ. ബാക്കിയുള്ളവരുടെ എന്ന് പറഞ്ഞാൽ സാധാരണ സീറ്റ് ചരിഞ്ഞ് ഒരെണ്ണം ഫ്രണ്ടിലോട്ട്, പെങ്കൊച്ചുള്ള സീറ്റിൻ്റെ ഡോറിൻ്റെ സൈഡിലോട്ട് കിടന്നത്. ബസ്സിലെ തീർത്ഥാടകരായിട്ടുള്ള ആളുകളുടെ പരിക്ക്, അത് ഒരാളുടെ കാലിന് മുറിവുണ്ട്, സാമ്യമായ, അല്ലാതെ വേറെ ആർക്കും പരിക്കില്ല. ബസ്സിൻ്റെ ഫ്രണ്ട് ക്യാബിൻ തകർന്നിട്ടുണ്ടല്ലേ? ഫ്രണ്ട് മൊത്തം തകർന്നത്. അവർ കൂടി രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായോ? അവരും എടുക്കാൻ നിന്നായിരുന്നു. 4ാമത്തെ ആളിനെയും പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ ഉദ്ദേശം എത്ര സമയമായിട്ടുണ്ടാവും? അത് മൊത്തത്തിൽ 1 മണിക്കൂർ ഓപ്പൺ ചെയ്ത് എടുത്തു വന്നപ്പോഴത്തേനും 1 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കാണുമ്പോൾ പെൺകുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു, ബാക്കി 3 പേരും സ്പോട്ടിൽ ഡെത്തായിരുന്നു. ആദ്യം പെങ്കൊച്ചിനാണ് ജീവൻ ഉണ്ടായിരുന്നു. അത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് മുത്തൂറ്റിലേക്ക് മാറ്റുമ്പോഴാണ് ഇപ്പോഴാണ് അറിഞ്ഞത് മരണപ്പെട്ടത്. അവരെന്തെങ്കിലും സംസാരിക്കാൻ കഴിയുന്ന സ്ഥിതിയായിരുന്നു? ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു ഇത് മാത്രമേ ഉള്ളൂ, അനക്കം മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കി മൊത്തം കൈ എല്ലാം ഒടിഞ്ഞ് തന്നെ നടക്കുമായിരുന്നു. ഈ മരിച്ചവരെയും അപകടത്തിൽപ്പെട്ടവരെയൊക്കെ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു ആനക്കൂട്ടിൻ്റെ അപ്പുറത്തുള്ള ആന്ന് പറഞ്ഞു. അങ്ങനെ ആധാർ ഉണ്ടായിരുന്നു, ആധാറിൽ നിന്ന് നമ്പർ എടുത്ത് ഇവിടുന്ന് വിളിച്ചപ്പോഴാണ് അവരെല്ലാവരും വന്നത്, മുത്തൂരിലേക്കും ചെന്നത്. ആരുടെ കൈവശമാണ് ഈ ആധാർ ഉണ്ടായിരുന്നത്? അത് വണ്ടിക്കകത്ത് തന്നെ കിടന്നതാണ്. ഒന്നീ പേസിന് അവരെ നമ്മൾ ശരീരം നോക്കിയില്ല, അതിനകത്ത് ഒന്നീ ഇവിടെ വന്നപ്പോഴായിരിക്കും അവർ കണ്ടത്. പേസിനകത്ത് പോക്കറ്റിൽ കണ്ട് അങ്ങനെ 2 പേരെ 3 പേരെ കണ്ട് കിട്ടിയെടുത്ത് അവർ വിളിക്കുകയും ചെയ്തു. ആദ്യ ആളുമായി ആംബുലൻസ് ഇവിടെ എത്തിയപ്പോൾ ഏത് സമയമായിട്ടുണ്ടാവും? ഒരു 4:20 ഇവിടെ എത്തി. 4:20 4:30 വണ്ടി ഇവിടെ എത്തി. ആദ്യത്തെ വണ്ടി ആദ്യം പുറത്തെടുക്കുന്നത് ഈ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ആദ്യം പുറത്തെടുക്കുന്നത്. ആളുമായിട്ട് വണ്ടിക്ക് പോരുമായിരുന്നു. അതുമായിട്ട് ഇങ്ങനെ പോരുക, ബാക്കിയുള്ളത് എടുക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അതിന് ജീവനുള്ള ഒരാളെയും കൊണ്ട് നമ്മളിങ്ങനെ പോയിരുന്നു.